ഹായ്, B.Tech ആയിരിക്കുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ സംഭവമാണ് കോളേജ് കഴിയുന്നതിന് മുമ്പ് തന്നെ പ്ലേസ്ഡ് ആകുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര കുട്ടികൾ B.Tech പാസ്സായിട്ട് പ്ലേസ്ഡ് ആകുന്നുണ്ട്? അല്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കോളേജുകളിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുന്നത്? സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. B.Techൽ മെയിനായിട്ട് രണ്ട് രീതികളിലാണ് പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റും ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റും. എന്നാൽ ഈ രണ്ട് രീതികൾ നമ്മൾ കൂട്ടിച്ചേർത്താൽ കൂടിയും നമ്മുടെ കുട്ടികളിൽ അറൗണ്ട് 20% മാത്രമേ ഈ പറയുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി ജോലി ലഭിക്കുന്നുള്ളൂ കോളേജ് കഴിയുമ്പോൾ തന്നെ. എന്നാൽ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയുന്നു, പ്രൈവറ്റ് കോളേജുകളിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾക്ക് എല്ലാം നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ഒരു ഈ പറയുന്ന ജോലിക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ഓൾസോ മേക്ക് സെൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഉള്ളത്. ആക്ച്വലി എവിടെയാണ് പ്രോബ്ലം? യഥാർത്ഥത്തിൽ പഠിക്കാത്ത കുട്ടികളല്ല, അല്ലെങ്കിൽ പഠിക്കാത്തതുകൊണ്ടല്ല അവർക്ക് ഈ പറഞ്ഞ പ്ലേസ്മെൻറ്റ് കിട്ടാത്തത്. യഥാർത്ഥത്തിൽ 2 things ആണ് ബാഡ്ലി അവരുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ്, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ സോഫ്റ്റ്വെയർ സ്കില്ല് അവരുടെ ഈ പറയുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സ്കിൽസ് അവർക്ക് ഉണ്ടാകാറില്ല. രണ്ടാമത് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസിൽ അവർ അറിയാറില്ല, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് മേക്ക് എനി എഫോർട്ട് ഫോർ ദാറ്റ്. എന്തുമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിന് എന്തുമാത്രം പ്ലേസ്ഡ് ആകാനായിട്ട് അവർ എഫോർട്ട് എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവരെ ഈ പ്ലേസ്മെൻറ്റിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 4 വർഷം പഠിച്ചു, അതിനുശേഷം ഈ പറഞ്ഞ ഫലം തരേണ്ട സമയമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തില്ല, പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ജോലിയോ ലഭിക്കുന്നില്ല. ഈ പഠിക്കൽ ചെന്ന് കലവടയ്ക്കുന്നു എന്നൊക്കെ പറയുന്നൊരവസ്ഥ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി B.Tech കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം B.Tech Tutor പ്രൊവൈഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അവിടെ ശരിക്കും സാധാരണ B.Tech Tutorൻ്റെ കാര്യം അല്ലെങ്കിൽ സാധാരണ B.Tech സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് പോലെ ഒരു ആപ്റ്റിറ്റ്യൂഡോ കുറച്ച് ഈ പറയുന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ B.Tech Tutor പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോളേജുകാർ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു ആപ്റ്റിറ്റ്യൂഡിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സസ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല ഇത്. ഇവിടെ ഞാൻ പറയുന്നു 100% എഫോർട്ട് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ നിങ്ങൾ പുട്ടുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതികൾ തന്നെ മാറിയിരിക്കും. ഞാൻ ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയട്ടെ, നിങ്ങൾക്ക് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുന്നേ. സാധാരണ നമ്മുടെ കോളേജുകളിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിന് ഉണ്ടാകാറുള്ളത് ഈ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ OMR ടെസ്റ്റുകൾ, ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷൻ, അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ റെസ്യൂം ബിൽഡിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊന്നും വേണ്ടതല്ല, ഇതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ശരിക്കും ഇതിൽ പ്രധാനമായി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സ്കില്ലാണ്. ആ ഈ സോഫ്റ്റ്വെയർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലാണ്. അപ്പോൾ ഉദാഹരണം പറയുക, ഇപ്പോൾ നമ്മൾ ഈ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറയുകയാണെങ്കിൽ ഓട്ടോക്കാട്, മെക്കാനിക്കലൊക്കെ അതിനകത്ത് വരും. EC ഇലക്ട്രിക്കലൊക്കെ ഒരു അഡ്രീനോ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ IT അല്ലെങ്കിൽ CS ഒക്കെ വരുന്ന സമയത്ത് പൈത്തണും C ഒക്കെയാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയർ സ്കില്ലിൻ്റെ കൂടെ തന്നെ രണ്ടാമത് ടെക്നിക്കൽ സ്കില്ലിന് വേണ്ടിയുള്ള ക്ലാസ്സസ് ഉണ്ടാകും. ഈ ടെക്നിക്കൽ സ്കില്ല് കഴിയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് മോക്ക് പ്ലേസ്മെൻറ്റ് ഡ്രൈവാണ്. ഈ മോക്ക് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് തന്നെ പറയുന്നു. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ പറഞ്ഞു വന്ന പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്. മോക്ക് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത് ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും അത് കുട്ടികൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു പേടി മാറിയിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂടാനും അവരുടെ ഇൻ്റർവ്യൂ സമയത്ത് അത് വളരെയധികം പ്രയോജനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന വരുന്ന നമ്മുടെ എക്സാംസും അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രൂപ്പ് ഡിസ്കഷനും GD എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ദേ വിൽ ഗെറ്റ് വൺ ഫീഡ്ബാക്ക് ഓൾസോ ദെയർ റെസ്പോൺസ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് അവർക്ക് വേണ്ട ഫീഡ്ബാക്ക് എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാറ്റങ്ങൾ എന്നുള്ളത് ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ്. 10,000 രൂപ വരുന്ന ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ മാർച്ച് 10 ലാസ്റ്റ് ഡേറ്റ്. കാരണം മാർച്ച് 10 മുതലാണ് ഈ കോഴ്സിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരു ഇതൂടുണ്ട്, ഒരു ഓഫറോടുണ്ട്. ഇയർലി ബേഡ് ഓഫറായിട്ട് നിങ്ങളിത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 100 പേർക്ക് 3,999 രൂപ, ഏകദേശം 4,000 രൂപ ഈ പറഞ്ഞ കോഴ്സിനാവുന്നുണ്ട്. അപ്പോൾ ഓഫർ ക്ലോസസും വി ക്യാൻ സീ യു ദെയർ. ബൈ.